Hi, hello, welcome back to our real life story vlogs. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് നമ്മളോട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സൺഡേ ഇൻ മൈ ലൈഫ് ചെയ്യാവുമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ സൺഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം രാവിലെ ഞാൻ എണീറ്റിട്ടേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു 7:30 ആയി ടൈം. ഇവിടെ നല്ല മഴയും നല്ല തണുപ്പുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ രാവിലെ എൻ്റെ പണികളും മറ്റു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് തീർത്ത് വയ്ക്കട്ടെ. അപ്പോൾ അമ്മയും ചേട്ടായും നേരത്തെ എണീറ്റു. ഞാൻ ഇന്നും ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴാണ് എണീക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ കേട്ടോ രാവിലെ തന്നെ. അപ്പം എന്താ ഇനി പല്ല് തേക്കണം. അതിനൊന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങി നോക്കാം. കാരണം ഇന്നലെയൊക്കെ നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ. നമ്മുടെ മുറ്റവും പരിസരവും ഒക്കെ എങ്ങനെ കിടക്കുന്നത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. ഭയങ്കര കാറ്റാണ് ഇവിടെ. നിങ്ങളുടെ അവിടെയൊക്കെ നല്ല മഴയുണ്ടോ? ഇപ്പം ഒരാഴ്ച നമുക്കിവിടെ നല്ല തെളിച്ചായിരുന്നു കേട്ടോ. പിന്നെ നട മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും പുറത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് വീണ്ടും നമുക്ക് അകത്ത് കയറാം കേട്ടോ. അടിപൊളി നല്ല കാറ്റാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അതായത് മിറ്റമൊന്നും രാവിലെ അടിച്ചിട്ടൊന്നുമില്ല. ഫുൾ ചപ്പും ഇതൊക്കെ ആയിട്ട് ഇരിക്കുന്നു കേട്ടോ. നമ്മുടെ ജിംബ്രു കണ്ട് അവിടെ നോക്കുന്നുണ്ട് രാവിലെ എന്താ പരിപാടിയെന്ന്. തോന്നട്ടെ. ഇവനൊരു കൂടി ഇതുവരെയും ശരിയാക്കാൻ പറ്റിയിട്ടില്ല. അവനാ വെച്ച് കൊടുത്തേക്കുന്ന സംഭവം മൊത്തം ഇളക്കി കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റാട്ടോ, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. നമുക്ക് ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ്. പുറത്തൊന്നും ഇറങ്ങണ്ട, നല്ല കാറ്റ്. കണ്ട രാവിലെ എന്ന് അമ്മയുടെ കൂടെ എണ്ണിക്കേ ഒരു 4:30-5 മണിയാകുമ്പോൾ. എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ആള് കിടന്ന് സുഖം ഉറക്കുക. പങ്കുവേ ഉറക്കുവാണോ? എണീറ്റ് ബാ ബാ. ഓയ് ഡി ബാടി പങ്കി പെണ്ണേ. അങ്ങനെ പങ്കിളിയോടൊക്കെ വർത്താനം പറഞ്ഞ് അടുക്കളയിലോട്ട് ചെന്നപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ആയാലും. അപ്പം ഞാൻ പറയുന്ന ഇന്നത്തെ കറി ഞാൻ രാവിലെ ഉണ്ടാക്കി. ഞാനങ്ങനെ അടുക്കളയിലൊന്നും കയറാറില്ല. ഞാൻ എണീറ്റ് വരുമ്പോൾ തന്നെ അടുക്കളയിലെ പണിയെല്ലാം അമ്മ തന്നെ തീർത്ത് വയ്ക്കും കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്കങ്ങനെ തോന്നിയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു കറി വയ്ക്കാം. അപ്പോൾ കറി വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അരിഞ്ഞ് വൃത്തിയാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മൾ 3 ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് മാത്രം വെക്കുന്ന ഒരു കറിയാണ് ഇത്. നമുക്ക് ചോറിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കറി റെഡി ആയിക്കൊണ്ടിരുന്ന സമയം കൊണ്ട് അമ്മ ചപ്പാത്തി പരത്തുകയും അതെല്ലാം ഒരുക്കി തന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഒരിടത്ത് നിന്നൊന്നും കുറേ നേരം നിന്നൊന്നും ഇതാകാൻ പറ്റാത്തതുകൊണ്ട് അടുക്കളയിലെ ഒരു സ്ഥലത്ത് പോയിരുന്നു കേട്ടോ. നമ്മൾ അടുക്കളയുടെ കാര്യം പറയാൻ ഭയങ്കര രസമാണ്. കാരണം നമ്മളിവിടെ വിറകടുപ്പാണ് കേട്ടോ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഗ്യാസിൻ്റെ ഉപയോഗം വളരെ കുറവാണ്. പിന്നെ ഞാൻ അടുക്കളയിൽ കയറിയാലൊക്കെ ഉള്ളു അങ്ങനെ ഗ്യാസ് സ്റ്റൗ യൂസ് ചെയ്തിട്ട് കുക്ക് ചെയ്യുന്നതൊക്കെ. അപ്പോൾ നമ്മൾ കല്യാണത്തിന് മുന്നേ തന്നെ വീട് വൈറ്റ് വാഷ് ചെയ്ത് വീടിന് മൊത്തത്തിലുള്ളൊരു പെയിൻ്റ് എന്ന് പറഞ്ഞൊരു ക്രീം കളറായിട്ടാണ് പെയിൻറ്റ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ അടുക്കള ഇപ്പോഴത്തെ നമ്മുടെ അടുക്കളയുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ച പോലെയാണ്. എനിക്കൊന്ന് ഈ സൈഡ് ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ വിചാരിക്കും പെയിൻറ്റ് പോലും അടിച്ചിട്ടില്ല. പക്ഷേ പുകയുടെ അടുപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. പുകയുടെ ഒരു ഇത് കാരണമാണ് കേട്ടോ കളറ് മൊത്തം മാറിയിരിക്കുന്നത്. നമ്മൾ ആലുവടുപ്പാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഒരു തരി പുക ഉണ്ടാകത്തില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു തരി പുക പുറത്തോട്ട് പോകുന്നില്ല. അടുക്കള ഫുള്ളും കവർ ചെയ്ത് ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡ് ഫുൾ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചേക്കുന്ന പോലെയാണ് കേട്ടോ നമ്മുടെ അടുക്കളയുടെ അവസ്ഥ. അപ്പം ഞാൻ അമ്മ എൻ്റെ ഇടയ്ക്ക് അടുക്കളയിൽ വരുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ടും കൊണ്ട് വർത്താനം പറഞ്ഞൊക്കെ അരിയൊക്കെയാണ് കേട്ടോ. അമ്മയുടെ പണി ചെയ്യുന്നു, ഞാനിത് അരിഞ്ഞ് വൃത്തിയാക്കി ഇനി കറി വയ്ക്കാനുള്ള പരിപാടിയിലേക്ക് പോകാം. കണ്ട സൈഡ് ഫുള്ളും ഒരു ക്രീം കളർ പെയിൻ്റ് അടിച്ചിരുന്നത് ഇപ്പോൾ ഒരുമാതിരി ബ്ലാക്കിഷ് വേറൊരു കളറായിപ്പോയി. നമ്മൾ കറി വയ്ക്കാൻ വേണ്ടി ആദ്യം സ്റ്റൗവിൽ ചീനച്ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുത്തു. ഇനി കടുക് ഒന്ന് ജസ്റ്റ് പൊട്ടിയതിന് ശേഷം
നമ്മളെന്താ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിലേക്ക് സബോള നമ്മൾ ആദ്യം തന്നെ ആഡ് ചെയ്യുക, കാരണം സബോള മൂത്ത് വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. ഞാനിവിടെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നല്ല മഴയാണ് കേട്ടോ. അതും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ലേശം ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ കറി വയ്ക്കുന്നതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ എരിവിന് വേണ്ടി വേറെ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. നമുക്ക് കുറച്ചുകൂടി ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കണം, കാരണം നല്ലപോലെ ഒന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ തക്കാളി, നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തക്കാളിയാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതും നല്ല രീതിയിലൊന്ന് വെന്ത് വരണം. ഇതിലേക്ക് മീറ്റ് മസാലയാണ് ആഡ് ചെയ്യുന്നത്. അതൊന്നും മീറ്റ് മസാല നോൺ വെജിറ്റേറിയനൊക്കെ മീറ്റ് മസാല ഒന്നും യൂസ് ചെയ്യാറില്ലല്ലോ. അവർക്കാണെങ്കിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഇത് നല്ലപോലെ ഇളക്കി ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്ത് അങ്ങനെ യൂസ് ചെയ്ത് എടുക്കാം കേട്ടോ. കറി നമുക്ക് അങ്ങനെ റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ മീറ്റ് മസാലയാണ് യൂസ് ചെയ്യുന്നത്. ചിക്കൻ മസാല വേണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷേ ഒന്നും കൂടെ നല്ലത് മീറ്റ് മസാലയാണ് ആഡ് ചെയ്യാം. അതിലേക്ക് ലേശം ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ആദ്യം ഉപ്പ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് വേണം രണ്ടാമത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കറി റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ചപ്പാത്തി എല്ലാം പരത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ചപ്പാത്തിയോടെ ചുട്ടെടുക്കാമെന്ന്. അപ്പോൾ നമ്മൾ പാൻ അല്ലാതെ തവയൊന്നല്ല യൂസ് ചെയ്യുന്നത്, നമ്മളിവിടെ ഇരുമ്പിൻ്റെ കല്ലാണ് കേട്ടോ. അപ്പോൾ അത് ആകുമ്പോൾ പെട്ടെന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് അത് ആദ്യം വെച്ചു. എന്നിട്ട് ജസ്റ്റ് ഇച്ചിരി എണ്ണ തേച്ച് കൊടുത്ത് കേട്ടോ അതിലേക്ക്. അപ്പോൾ പെട്ടെന്നൊന്ന് ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞ് നമുക്ക് ഓരോന്നായിട്ട് ചപ്പാത്തി ചുട്ടെടുക്കാം കേട്ടോ. പുറത്ത് നല്ല അടിപൊളി മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചപ്പാത്തി നല്ല ചൂടോടെ ചുട്ട് കഴിക്കാനാണ് കേട്ടോ നമുക്കിപ്പോൾ തോന്നുന്നത്, കാരണം അതുപോലെ തണുപ്പാണ്. അപ്പോൾ ചൂടോടെ നമ്മൾ ചപ്പാത്തി പെട്ടെന്ന് ചുട്ട് ഞാനും അമ്മയും കൂടെ കഴിച്ചു കേട്ടോ. കാരണം രാവിലെ ഞങ്ങൾ രണ്ടും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളിതേ രാവിലെ ചപ്പാത്തിയും കറിയും കഴിച്ചു കേട്ടോ. പിന്നെ അത് വൈകിട്ടത്തെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ വിളക്ക് വെച്ചു, കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വെച്ചു. അതിന് ശേഷം ചേട്ടൻ വന്നപ്പോൾ എൻ്റെ ഇച്ചിരി ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റ് ചെയ്യായിരുന്നു. ആൾ തന്നെ എല്ലാം അരിഞ്ഞെടുത്ത് തന്നെത്താനെ കുക്ക് ചെയ്യാണ് കേട്ടോ. ആളങ്ങനെ കുക്ക് ചെയ്ത് വരുന്ന കേട്ടോ. അവിടെ പോയി ചുമ്മാ നോക്കി നിൽക്കാറുണ്ട്. ഞാൻ കഴിക്കാൻ മാത്രമേ കൂടാറുള്ളൂ. കുക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ അമ്മയും മോനാണ് കേട്ടോ അവിടെ ചെയ്യുന്നത്. കൂടുതലും എനിക്ക് തോന്നിയിരിക്കണം, എന്നാൽ മാത്രം ഞാനങ്ങനെ കുക്കിങ്ങിനായിട്ട് അടുക്കളയിൽ കയറാറുണ്ട്. അത് ഞങ്ങൾ കറിയൊക്കെ സെറ്റാക്കിയിട്ട് ചേട്ടായി നമ്മൾ കൂടെ പോയി ഫുഡ് കഴിച്ചു കേട്ടോ. അതേ ഞങ്ങൾ കിടന്ന് ഉറങ്ങി. ഡേ ഇൻ മൈ ലൈഫ് ഫുൾ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അമ്മയ്ക്ക് പുറത്ത് പോകണമായിരുന്നു. അപ്പം അമ്മ പോയി, അതിന് ശേഷം ഞങ്ങൾക്കും പുറത്ത് പോകണമായിരുന്നു. അപ്പം ഞങ്ങളും പുറത്ത് പോയി. പിന്നെ വന്നിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇതൊക്കെ.